നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടുത്ത ഗ്രാമത്തിൽ നിന്ന് തൃപ്പങ്ങോട്ട് ദേവി അഭയവരദായിനിയാ. ദേവിക്ക് ഏത് ദേശക്കാരോടും കാരുണ്യമാണ്. ശരിയാ, അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ വന്നത് ഇവിടെ മാത്രം നടത്തുന്ന ഒരു നേർച്ച നടത്താനാ. എന്റെ അമ്മ എന്റെ ഇളയ അനുജനെ ഗർഭം ധരിച്ചപ്പോ അവന്റെ ശ്രേയസിന് വേണ്ടി നേർന്ന നേർച്ച. ഒട്ടും പ്രതീക്ഷിക്കാതെ അമ്മ മരിച്ചുപോയി. അത് കാരണം അന്ന് നടത്താൻ സാധിച്ചില്ല. പിന്നെ സൗകര്യങ്ങൾ ഒത്തുവന്നത് ഇപ്പോഴാണ്. അത് സാരമില്ല. കരുണാമയി അല്ലേ ദേവി, പുറത്തോളും. പൂജ ഏത് നടത്താനാണ് അമ്മ നേർന്നിട്ടുള്ളത്? അത് മഹാമൃത്യുഞ്ജയ ഹോമവും പുനരുജ്ജീവന ആവാഹനവും നടത്തിക്കൊള്ളാന്നായിരുന്നു നേർച്ച. അതെയോ? വളരെ അപൂർവമായി മാത്രം ആൾക്കാർ നേരുന്നതും നടത്തുന്നതുമായ പൂജകളാണല്ലോ അത്. അപൂർവമെന്ന് മാത്രമല്ല, നല്ല ചെലവും വരും അത് നടത്താൻ. ചെലവ് എത്രയായാലും കുഴപ്പമില്ല തിരുമേനി. ഒരു കുറവും വരുത്താതെ പൂജ നടത്തണം, അതാണ് ആവശ്യം. കുറവൊന്നും വരില്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ശാന്തിയായിട്ട് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനിടയ്ക്ക് ഇവിടെ ആരും ഈ പൂജ നടത്തിയിട്ടില്ല. പണ്ട് തൃപ്പങ്ങോട്ട് തറവാട്ടുകാർ മാത്രമേ ഈ പൂജ നടത്താറുണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ആര് തന്നെ ഈ പൂജ നടത്തിയാലും അതിന്റെ ഫലത്തിൽ ഒരു പങ്ക് തൃപ്പങ്ങോട്ട് തറവാടിന് ചെന്നു ചേരുമെന്നാണ് പറച്ചില്. പണ്ട് ഒരു സുഭദ്രാമ്മ തൃപ്പങ്ങോട്ടെ അവസാനത്തെ കുടുംബസ്ഥയാ. അവര് ദാ ഇവിടെ ഈ ശ്രീമൂല സ്ഥാനത്ത് മരിച്ചു കിടന്നു എന്നാ നാട്ടുകാർ പറയുന്നത്. അവർക്ക് 3 അനുജത്തിമാരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഇന്നുവരെ ഒരു വിവരവും ഇല്ല. ഇപ്പോ ആ മേഘനാഥനാണ് എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും കേൾക്കുന്നു. ഞാനും കേട്ടു ചിലതൊക്കെ. അല്ല, പൂജയുടെ ചടങ്ങുകളൊക്കെ അന്ത്യാകാറാവുമ്പോഴാണ് പൂജ ആരംഭിക്കുക. പൂജയുടെ ഭാഗമായി ദേവിക്ക് കുങ്കുമച്ചാർത്ത് വേണം, പുത്തൻ പട്ടു വേണം. നിവേദ്യത്തിന് കുറഞ്ഞത് 7 സ്ത്രീകളോടൊപ്പമെങ്കിലും പൊങ്കാല വേണം. പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരുക്കാമെങ്കിലേ എപ്പോ വേണമെങ്കിലും പൂജ നടത്താൻ നമുക്ക്. ഞാൻ തന്നെ വേണോ ഇതെല്ലാം ഏർപ്പാട് ചെയ്യാൻ? വേണ്ട വേണ്ട, കുട്ടിയൊന്നും അറിയണ്ട. ഇവിടെ ക്ഷേത്രാധികാരി തന്നെ എല്ലാം ശരിയാക്കിക്കോളും. കുട്ടിക്ക് മാറി ഉടുക്കേണ്ട പട്ടുവരെ കയ്യിൽ തരും. അതിനു വേണ്ട ധനം പുറത്തെ ഓഫീസിൽ അടച്ച് രസീത് വാങ്ങിയാൽ മതി. ചെയ്തോളാം. വേറെ നോക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? വേറെ അങ്ങനെയൊന്നുമില്ല. പൂജയെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിലേ തൃപ്പങ്ങോട്ടെ തറവാട് വരെ ഒന്ന് പോയി നോക്കൂ. പിന്നെ സുഭദ്രാമ്മയുടെ സംബന്ധക്കാരാ ഇപ്പൊ അവിടെ താമസക്കാര്. പക്ഷേ പഴയ ജോലിക്കാരെങ്കിലും ഉണ്ടാവും. അവർക്ക് കാര്യങ്ങൾ അറിയാൻ ഉറപ്പാ. ശരി തിരുമേനി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ആയിക്കോട്ടെ. സർവമംഗളം ഭവ. എന്റെ ദേവി, തൃപ്പങ്ങോട്ട് തറവാട്ടില് ഇപ്പൊ ആരുമില്ല എനിക്ക്. നോവുന്ന ഓർമ്മകൾ മാത്രം. പക്ഷേ ഈ ദേശത്ത് എനിക്ക് പോകാൻ മറ്റൊരിടമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൻ താമസിക്കുന്ന സ്ഥലം. ഞാൻ അവിടെ പോകും. പ്രാണനെ പോലെ വിലപ്പെട്ട, പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ മുഖം ഒരിക്കൽ കൂടി എനിക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തരണം. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.